Module 6, the first topic is backtracking. Backtracking design technique. First of all, backtracking approach നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. So many problems which deal with searching for a set of solution satisfying some constraints can be solved using backtracking. ഒരു solution set of solutions ആണ് ഇതിനകത്ത് satisfying some constraints. അങ്ങനത്തെ പ്രോബ്ലംസിനാണ് നമുക്ക് backtracking യൂസ് ചെയ്യാൻ പറ്റുന്നത്. Backtracking is a systematic method of searching for the solution to a combinatorial problem by means of an algorithm. Combinatorial problem means from combinatorial problem solution എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് വാല്യൂസ് സെലക്ട് ചെയ്യുന്നതാണ് കോമ്പിനേറ്റോറിയൽ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ നേരത്തെ നാപ്സാക്ക് പ്രോബ്ലം പഠിച്ചിരുന്നു. നാപ്സാക്ക് പ്രോബ്ലത്തിൽ എങ്ങനെയാണ് കുറച്ച് ഐറ്റംസ് നമുക്ക് സെലക്ട് ചെയ്യണം. ഗിവൺ ഐറ്റംസ് n ഐറ്റംസ് ഒരു നമുക്ക് കുറച്ച് ഐറ്റംസ് സെലക്ട് ചെയ്യണം. അപ്പോൾ കുറച്ച് ഐറ്റംസ് നമ്മൾ സെലക്ട് ചെയ്യാണ്. അപ്പം അങ്ങനത്തെ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആണ് കോമ്പിനേറ്റോറിയൽ പ്രോബ്ലംസ് വരുന്നത്. Some of the problems that are exponential time complexity can be best solved by backtracking method. The main idea is to create solutions by selecting one component at a time and evaluate such partially constructed candidates as follows. ഒരു component ആണ് നമ്മൾ at a time select ചെയ്യുന്നത്. അതിൽ നിന്ന് other components എടുക്കുന്നു. A partially constructed solution can be developed further without violating the problem constraints. It is done by taking the first remaining option for the next component. If there is no option for the next component, then remaining alternate components need not be considered. Examples of backtracking problem are n-twins problem, 0-1 knapsack problem, and subset sum problem. ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്. സബ്സെറ്റ് സം പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഒരു സെറ്റ്, ഫോർ എക്സാമ്പിൾ ഒരു സെറ്റ് ഉണ്ടെന്ന് വിചാരിക്കും, 1 2 3 4 5. ഈ സെറ്റില് സബ്സെറ്റ് സം, ഈ സെറ്റിന്റെ സബ്സെറ്റ് എന്ന് പറയുമ്പോൾ എത്ര എലമെന്റ്സ് ഉണ്ട്, n എലമെന്റ്സ് ഉണ്ടെങ്കിൽ അതിന് 2n സബ്സെറ്റ്സ് ഉണ്ടായിരിക്കും. ഈ സബ്സെറ്റിൽ സബ്സെറ്റ് സം എന്ന് പറയുന്നത് 5 ആയിട്ടുള്ള എത്ര സബ്സെറ്റ്സ് ഉണ്ടായിരിക്കും? 1 4 ഒരു സബ്സെറ്റ് ആണ്. ദെൻ 5 എന്ന് പറയുന്നത് ഒരു അനദർ സബ്സെറ്റ് ആണ്. ദെൻ 2 3 എന്ന് പറയുന്നത് അതർ സബ്സെറ്റ് ആണ്. ഇത്രയ്ക്ക് സബ്സെറ്റ് 3 സബ്സെറ്റ്സ് ആണ് ഇതിന് വരുന്നത്, സം ഈക്വൽ ടു 5 ആയിട്ടുള്ളത്. ഇതൊക്കെ സെലക്ഷൻ ആണ് ഇതിൽ വരുന്നത്. അപ്പൊ ഇങ്ങനത്തെ പ്രോബ്ലംസിനൊക്കെയാണ് കോമ്പിനേറ്റോറിയൽ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ഇത് സോൾവ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ബാക്ക് ട്രാക്കിംഗ്. ഇപ്പൊ ബാക്ക് ട്രാക്കിംഗ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന ഒരു അപ്രോച്ച്, അതായത് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു പോയിന്റ്, ഇപ്പൊ നമ്മുടെ റിയൽ ലൈഫിൽ തന്നെ ഏതെങ്കിലും ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് ബാക്ക് ട്രാക്ക് ചെയ്ത് നോക്കും. അപ്പൊ നമുക്കൊരു പ്രോബ്ലം നമ്മൾ ഫേസ് ചെയ്യണമെങ്കിൽ അതിനെ സോൾവ് ചെയ്യാനായിട്ട് നമുക്കൊരു പ്രോബ്ലം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് ഡിഫറെന്റ് അപ്രോച്ചസ് എടുക്കാം. നമ്മൾ ഡിഫറെന്റ് അപ്രോച്ചസ് പഠിച്ചു, ഡിവൈഡ് ആൻഡ് കോൺകർ, ദെൻ ഡൈനാമിക് പ്രോഗ്രാമിംഗ്, അങ്ങനെ ഡിഫറെന്റ് അപ്രോച്ചസ് നമ്മൾ പഠിച്ചു. അതിലുള്ള വൺ ഓഫ് ദ അപ്രോച്ച് ആണ് ബാക്ക് ട്രാക്കിംഗ് അപ്രോച്ച്. അതായത് ആ പ്രോബ്ലം വന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ ബാക്ക് ട്രാക്ക് ചെയ്ത് നോക്കുകയാണ്, എപ്പോഴാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്, എന്നിട്ട് അങ്ങനെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത് ബാക്ക് ട്രാക്കിംഗ്. അതാണ് ബാക്ക് ട്രാക്കിംഗ് മെത്തേഡ് പറയുന്നത്. അപ്പൊ അതിന് എക്സാമ്പിൾ പ്രോബ്ലംസ് ആണ് n-twins പ്രോബ്ലം, 0-1 knapsack പ്രോബ്ലം. 0-1 knapsack പ്രോബ്ലം എന്ന് പറയുന്നത് ഫ്രാക്ഷണൽ knapsack നമ്മൾ ഗ്രീഡി ടെക്നിക്കിൽ പഠിച്ചു. ഇത് 0-1 ഒരു ഐറ്റം എടുക്കുക അല്ലെങ്കിൽ എടുക്കാതിരിക്കുക, അങ്ങനത്തെ knapsack പ്രോബ്ലത്തിനെയാണ് 0-1 knapsack പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ. Implementation of backtracking problems. Backtracking is implemented using state space tree. ഒരു ട്രീ കൺസ്ട്രക്ട് ചെയ്ത് നോക്കും. ബാക്ക്ട്രാക്കിംഗ് അപ്രോച്ച് വർക്ക് ചെയ്യുന്ന ഒരു ട്രീ ഫോമിലാണ് അതിന്റെ കൺസ്ട്രക്ഷൻ ചെയ്യുന്നത്. Backtracking is implemented using state space tree. If in any of the problem that can be solved using backtracking, the solution can be expressed as n tuple. സൊല്യൂഷൻസിനെ ഒരു സെറ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. n tuple വരുന്ന ഒരു സെറ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. This n tuple is called a state of the problem. അതിനെയാണ് ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ് ആണ് അത്, സ്റ്റേറ്റ് ഓഫ് ദ പ്രോബ്ലം. The set of all such possible state is called state space. ഇപ്പൊ സബ്സെറ്റ് സം പ്രോബ്ലം നമ്മൾ പറഞ്ഞപ്പോൾ അതിൽ ഡിഫറെന്റ് സ്റ്റേറ്റ്സ് ഉണ്ട്. 1 4 that is one state, then 5 is another state, then subset sum problem some 5 ആയിട്ട് വരുന്ന സ്റ്റേറ്റുകൾ, then 3 2, then another states നമുക്ക് 1 2 ഇതൊക്കെ ഡിഫറെന്റ് സ്റ്റേറ്റ്സ് ആണ്. 1 2 then 1 3. ഇതിനകത്ത് ചില സ്റ്റേറ്റ്സ് മാത്രമായിരിക്കും ആൻസർ,
കൺസ്ട്രെയിന്റ് സാറ്റിസ്ഫൈ ചെയ്യുന്ന സ്റ്റേറ്റ്സ് ഉണ്ടായിരിക്കും, അല്ലാത്ത സ്റ്റേറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പൊ എല്ലാ സ്റ്റേറ്റിനെയും കൂടി പറയുന്നതാണ് സ്റ്റേറ്റ് സ്പേസ് എന്നാണ് പറയുന്നത്. The tree corresponding to the state space is called state space tree. There are two tree-based algorithms, backtracking method and branch and bound. Backtracking ആണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. Backtracking യൂസ് ചെയ്യുന്ന ട്രീ എന്ന് പറയുന്നത് DFS ആണ്. DFS depth first search ആണ് യൂസ് ചെയ്യുന്നത്. Branch and bound യൂസ് ചെയ്യുന്നത് BFS breadth first search. Once a state space tree has been created for any problem, the problem can be solved by systematically generating the problem states and determines which of these are solution states. For different states ഉണ്ട്, അതിൽ ചിലത് മാത്രമായിരിക്കും എന്ത്, ഇവിടെ 1 2 3 4 5 സ്റ്റേറ്റ്സ് ഞാൻ എടുത്തതിൽ സൊല്യൂഷൻ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, സം 5 ആയിട്ട് വരുന്നത്, 3 എണ്ണമാണ് സൊല്യൂഷൻ സ്റ്റേറ്റ്സ് ഉണ്ട്. And determines which of these are solution states and finally determines which solution states are answer states. The nodes can be of different. ഈ ട്രീയുടെ നോഡ് എന്ന് പറയുന്നത് 3 ടൈപ്പ് ആണുള്ളത്. ലൈവ് നോഡ്, ഡെഡ് നോഡ് ആൻഡ് എക്സ്പാൻഡിങ് നോഡ്. ഈ നോഡ് ഓരോ നോഡ് എന്താണെന്ന് നെക്സ്റ്റ് നോക്കാം. ഈ പാർട്ടിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നോഡ്സ് ഇൻ എ സ്റ്റേറ്റ് സ്പേസ് ട്രീ. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് ലൈവ് നോഡ്, എ നോഡ് വിച്ച് ഹാസ് ബീൻ ജനറേറ്റഡ് ആൻഡ് ഓൾ ഹിസ് ചിൽഡ്രൻ ഹാവ് നോട്ട് യെറ്റ് ബീൻ ജനറേറ്റഡ്. ഈ നോഡിനെ ജനറേറ്റ് ചെയ്തു, അതിന്റെ ചിൽഡ്രനെ ജനറേറ്റ് ചെയ്തിട്ടില്ല, അങ്ങനത്തെ നോഡിനെയാണ് എന്ന് പറയുന്നത് ലൈവ് നോഡ് എന്ന് പറയുന്നത്. ട്രീയുടെ നോഡാണ്, സ്റ്റേറ്റ് സ്പേസ് ട്രീയുടെ നോഡുകളിൽ. ഫോർ എക്സാമ്പിൾ കൺസിഡർ ദിസ് നോഡ്. ഈ നോഡ് എന്ന് പറയുന്നത് ഒരു ലൈവ് ആയിട്ടുള്ള നോഡാണ്, അതിന്റെ ചിൽഡ്രനെ ജനറേറ്റ് ചെയ്തിട്ടില്ല. നോഡിനെ ജനറേറ്റ് ചെയ്തു, children are not generated, such node is known as live node. Then E node or expanded node. The live node whose children are currently being generated is called E node or expanding node. ഈ നോഡിന്റെ ചിൽഡ്രനെ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ പറയുന്നതാണ് എക്സ്പാൻഡിങ് നോഡ്. ഈ ഡെഡ് നോഡ് എന്ന് പറയുന്നത് ഫർദർ എക്സ്പാൻഷൻ പറ്റാത്ത നോഡുകളെയാണ് ഡെഡ് നോഡ്സ് എന്ന് പറയുന്നത്. ഇതാണ് ഡിഫറൻറ്റ്. ദെൻ ബൗണ്ടിങ് ഫംഗ്ഷൻ. ഓരോ നോഡിലും ഒരു കൺസ്ട്രെയിൻസ് ചെക്ക് ചെയ്യും. ഇപ്പോൾ ഏത് പ്രോബ്ലം ആണെന്നനുസരിച്ച് ഇപ്പോൾ എൻക്വീൻസ് അല്ലെങ്കിൽ സബ്സെറ്റ് സം അല്ലെങ്കിൽ ബ്രാഞ്ച് ആൻഡ് അങ്ങനെ ഡിഫറെന്റ് പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിന്റെ ഓരോ നോഡിലും കൺസ്ട്രെയിൻസ് ചെക്ക് ചെയ്യും. ആ ചെക്ക് ചെയ്യുന്ന ഫംഗ്ഷനെ പറയുന്നതാണ് ബൗണ്ടിങ് ഫംഗ്ഷൻ. കൺസ്ട്രെയിൻസ് ആർ ചെക്ക് അറ്റ് ഈച്ച് നോഡ് യൂസിങ് ബൗണ്ടിങ് ഫംഗ്ഷൻ. ഇഫ് ബൗണ്ടിങ് ഫംഗ്ഷൻ ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ് ദെൻ ഇറ്റ് ബിക്കം എ ഡെഡ് നോഡ്. കൺസ്ട്രെയിൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എങ്കിൽ പിന്നെ ആ നോഡിനെ ഫർദർ എക്സ്പാൻഡ് ചെയ്യില്ല, അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് എൻക്വീൻസ് പ്രോബ്ലം. എൻക്വീൻസ് പ്രോബ്ലത്തിൽ സ്റ്റേറ്റ് സ്പേസ് ട്രീ എങ്ങനെയാണ് വരയ്ക്കുന്നത് നോക്കാം. അപ്പൊ ആദ്യം തന്നെ എൻക്വീൻസ് പ്രോബ്ലത്തിൽ ഇവിടെ 4 ക്വീൻസ് എന്ന് പറഞ്ഞൊരു പ്രോബ്ലം ആണ് എടുക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചെസ് ബോർഡിനകത്ത് നമുക്ക് കൺസിഡർ ദിസ് ആസ് എ ചെസ് ബോർഡ്. ഒരു 4x4 ചെസ് ബോർഡ് കൺസിഡർ ചെയ്യാം. 1 2 3 4x4 ചെസ് ബോർഡ് ഞാനിവിടെ കൺസിഡർ ചെയ്യാം. ഇവിടെ ക്വീനിനെ പ്ലേസ് ചെയ്യണം. 4x4 ചെസ് ബോർഡ് ആണെങ്കിൽ 4 ക്വീൻസിനെയാണ് പ്ലേസ് ചെയ്യേണ്ടത്. n/n ചെസ് ബോർഡ് ആണെങ്കിൽ n ക്വീൻസിനെ പ്ലേസ് ചെയ്യാനുള്ള പ്രോബ്ലം ആണ് n ക്വീൻസ് പ്രോബ്ലം എന്ന് പറയുന്നത്. ഈ ക്വീൻസിനെ പ്ലേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ no two queens should attack each other. No two queens should attack each other. ഈ കൺസ്ട്രെയിന്റ് ആണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. ക്വീൻസ് അറ്റാക്ക് ചെയ്യരുത്. അപ്പൊ ക്വീൻ നമുക്കറിയാം ഒരു ചെസ് ബോർഡിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഇതാണ് ക്വീൻ എന്ന് പറയുന്നത്. ക്വീനിന് എന്തൊക്കെ അറ്റാക്സ് പോസിബിൾ ആണ്? ഹൊറിസോണ്ടൽ അറ്റാക്ക് പോസിബിൾ ആണ്, വെർട്ടിക്കൽ അറ്റാക്ക് പോസിബിൾ ആണ്, ഡയഗണൽ അറ്റാക്ക് പോസിബിൾ ആണ്. ഇതൊന്നും വരാത്ത വിധത്തില് ക്വീനിനെ എങ്ങനെ 4x4 ചെസ് ബോർഡ് ആണെങ്കിൽ 4 ക്വീൻസിനെ പ്ലേസ് ചെയ്യണം. എങ്ങനെ പ്ലേസ് ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ n ക്വീൻസ് പ്രോബ്ലം അല്ലെങ്കിൽ 4 ക്വീൻസ് പ്രോബ്ലത്തിൽ വരുന്നത്. 4x4 ചെസ് ബോർഡ് place 4 queens without attacking each other. So ഇവിടെ ഫസ്റ്റ് ക്വീനെ ഞാൻ ഇവിടെ വെക്കുകയാണെങ്കിൽ Q1 എന്ന് പറഞ്ഞ പൊസിഷനിൽ വെക്കുകയാണെങ്കിൽ സെക്കൻഡ് ക്വീനെ എനിക്ക് Q2നെ ഇവിടെ ഈ പൊസിഷനിൽ വെക്കാൻ പറ്റില്ല, ഹൊറിസോണ്ടൽ അറ്റാക്ക് ഉണ്ടാവും. ഇവിടെയും വെക്കാൻ പറ്റില്ല, വെർട്ടിക്കൽ അറ്റാക്ക് ഉണ്ടാവും. ഇവിടെ വെക്കാൻ പറ്റില്ല, ഡയഗണൽ അറ്റാക്ക് ഉണ്ടാവും. ഈ 3 പൊസിഷനിൽ വെക്കാൻ പറ്റില്ല. പിന്നെ വേറെ ഏതെങ്കിലും ഒരു പൊസിഷൻ കണ്ടുപിടിക്കണം, അവിടെയാണ് വെക്കേണ്ടത്. അപ്പൊ അങ്ങനെ എങ്ങനെ ഈ 4 ക്വീൻസിനെ പ്ലേസ് ചെയ്യാം എന്നുള്ള ഒരു സൊല്യൂഷൻ ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അത് ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെ നമുക്ക് നോക്കാൻ പറ്റും. അതിന് പകരം നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ബാക്ക് ട്രാക്കിംഗ് മെത്തേഡ്. ഓക്കെ, ഓരോ ഇതിൽ പ്ലേസ് ചെയ്ത് നോക്കും, എന്നിട്ട് അത് പറ്റുന്നില്ലെങ്കിൽ അവിടെ നിന്ന് ബാക്ക് ട്രാക്ക് ചെയ്തിട്ട് അടുത്ത സൊല്യൂഷനിലേക്ക് പോകും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ സ്റ്റേറ്റ് സ്പേസ് ട്രീ വരയ്ക്കാന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്ന ഓരോ ചോയ്സും ആണ് അതിലെടുക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ ഇവിടെ 1 എന്ന് പറഞ്ഞിട്ട് ഒരു റൂട്ട് നോഡ് വരയ്ക്കും. ഈ നമ്പറിംഗ്, ഈ നോഡിനകത്തുള്ള നമ്പറിംഗ് എന്ന് പറയുന്നത് ട്രാവേഴ്സലിന്റെ ഓർഡർ ആണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ നോഡിന്റെ എഡ്ജിൽ എഴുതിയിരിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് ഏത് ക്വീനെയാണ്
സെലക്ട് ചെയ്യുന്നതെന്നുള്ള ഓരോ ക്വീനെ എവിടെ പ്ലേസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഓരോന്നിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ x1 ഈക്വൽ ടു 1 x1 ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ക്വീനെ എവിടെ പ്ലേസ് ചെയ്യുന്നു? ഫസ്റ്റ് ഇതിൽ പ്ലേസ് ചെയ്യുന്നു, ഫസ്റ്റ് പൊസിഷനിൽ പ്ലേസ് ചെയ്യും. സെക്കൻഡ് ക്വീനെ then 2 3 4 സ്റ്റേറ്റ് സ്പേസ് ട്രീ എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാ പോസിബിലിറ്റീസും നമ്മൾ വരച്ചു വെക്കണം. സ്റ്റേറ്റ് സ്പേസ് എല്ലാ പോസിബിലിറ്റീസും ക്വീനെ പ്ലേസ് ചെയ്യാവുന്ന എല്ലാ പോസിബിലിറ്റീസും വരയ്ക്കണം. അതിൽ എല്ലാ നോഡും കറക്റ്റ് ആയിരിക്കില്ല, ഏതെങ്കിലും ഒരെണ്ണം ഇതിൽ ആൻസർ നോഡ് ഉണ്ടായിരിക്കും, ഒന്നോ രണ്ടെണ്ണം ആൻസർ നോഡ് ഉണ്ടായിരിക്കും. ഇവിടെ ആദ്യം തന്നെ നമ്മൾ എടുക്കുന്നു. ഇപ്പൊ ഫസ്റ്റ് ക്വീനെ എനിക്ക് എവിടെയൊക്കെ പ്ലേസ് ചെയ്യാം? ഫസ്റ്റ് പൊസിഷനിൽ വെക്കാം, സെക്കൻഡ് പൊസിഷനിൽ വെക്കാം, തേർഡ് പൊസിഷനിൽ വെക്കാം, ഓർ ഫോർത്ത് പൊസിഷനിൽ വെക്കാം. ഫസ്റ്റ് ക്വീനെ ഏതിൽ വേണമെങ്കിലും വെക്കാം. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ക്വീനെ പ്ലേസ് ചെയ്യുന്ന x1 ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പൊസിഷനിൽ പ്ലേസ് ചെയ്യാം. ദെൻ x1 ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വീനെ സെക്കൻഡ് പൊസിഷനിൽ പ്ലേസ് ചെയ്യാം. x1 ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വീനെ തേർഡ് പൊസിഷനിൽ പ്ലേസ് ചെയ്യാം. ദെൻ ഫോർത്ത് പൊസിഷനിൽ പ്ലേസ് ചെയ്യാം. മാക്സിമം എല്ലാ പോസിബിലിറ്റീസും ആണ് ഇവിടെ പറയുന്നത്. ദെൻ ഈ അടുത്ത ലെവൽ വരുമ്പോൾ എങ്ങനെയാണ്? x1 ഫസ്റ്റ് ക്വീനെ ഫസ്റ്റ് പൊസിഷനിൽ പ്ലേസ് ചെയ്തു. ഇനി അടുത്തത് സെക്കൻഡ് ക്വീനെ എവിടേക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും? ഫസ്റ്റ് ക്വീനെ ഫസ്റ്റ് പൊസിഷനിലാണെങ്കിൽ സെക്കൻഡ് ക്വീനെ ഫസ്റ്റിൽ വീണ്ടും പ്ലേസ് ചെയ്യാൻ പറ്റില്ല. സെക്കൻഡ് പൊസിഷൻ, തേർഡ് പൊസിഷൻ ഓർ ഫോർത്ത് പൊസിഷൻ, ഇതിൽ ഏതെങ്കിലുമാണ് അടുത്ത റോയിൽ. 2 3 4 ഏതെങ്കിലും ഫസ്റ്റ് ക്വീനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് ക്വീനെ 2 3 4 ഏതെങ്കിലുമാണ് പ്ലേസ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് നോക്കുമ്പോൾ ഈ ഫസ്റ്റ് പൊസിഷനിൽ ഫസ്റ്റ് ക്വീനെ പ്ലേസ് ചെയ്തു, സെക്കൻഡ് പൊസിഷനിൽ സെക്കൻഡ് ക്വീനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തേർഡ് ക്വീനെയും ഫോർത്ത് ക്വീനെയും എവിടെ പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ? 3ലും 4ലാണ് പ്ലേസ് ചെയ്യാൻ പറ്റുക. ദെൻ തേർഡ് ക്വീനെ 3ൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഓപ്ഷൻ ആണ് വരുന്നത് ഫോർത്ത് ക്വീനെ പ്ലേസ് ചെയ്യുന്ന ഓപ്ഷനാണിത്. മാഞ്ഞു പോയതാണ്. ഫോർത്ത് ക്വീനെ അടുത്ത പൊസിഷനിൽ പ്ലേസ് ചെയ്തു, ഫോർത്ത് പൊസിഷനിൽ പ്ലേസ് ചെയ്തു. ഈ തേർഡ് ക്വീനെ പ്ലേസ് ചെയ്തു. ദെൻ തേർഡ് ക്വീനെ ഇവിടെ പ്ലേസ് ചെയ്തു. 1 2 3 3നെ പ്ലേസ് ചെയ്തു, പിന്നെ 4നെ പ്ലേസ് ചെയ്തു. ഇവിടെ 1 then 2 then 4നെ പ്ലേസ് ചെയ്ത പിന്നെ റിമൈനിങ് വരുന്നത് 3 ആണ്. തേർഡ് ക്വീനെയാണ് പിന്നെ പ്ലേസ് ചെയ്യുന്നത്. അപ്പൊ അതുപോലെ തന്നെ അടുത്ത ഈ സെക്കൻഡിൽ, ഇപ്പൊ സെക്കൻഡിന്റെയാണ് നമ്മൾ നോക്കിയത്. അതുപോലെ ഇപ്പൊ 1നെ പ്ലേസ് ചെയ്തു. ഓരോ എഡ്ജ് എന്ന് പറയുന്നത് ഓരോ ക്വീനെ പ്ലേസ് ചെയ്യുന്ന പൊസിഷൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. 1നെ ഇവിടെ പ്ലേസ് ചെയ്തു, പിന്നെ 2വിന് പകരം 3നെയാണ് പ്ലേസ് ചെയ്യുന്നതെന്ന് വിചാരിക്കും. 3നെ പ്ലേസ് ചെയ്താൽ പിന്നത്തെ ഓപ്ഷൻസ് ഏതൊക്കെയാണ്? 2ഉം 4ഉം ആണ്. 2വിനെ പ്ലേസ് ചെയ്താൽ പിന്നെ റിമൈനിങ് വരുന്ന ഓപ്ഷൻ 4 ആണ്. 4നെയാണ് പ്ലേസ് ചെയ്തെങ്കിൽ 2 ആണ് ഓപ്ഷൻ വരുന്നത്. ഇതുപോലെ ഓരോ കോമ്പിനേഷൻസ് ഇങ്ങനെ റിമൈനിങ് ആയിട്ട് വരുന്ന ഫസ്റ്റ് ക്വീൻ എടുക്കുന്നതാണ് ഫസ്റ്റ് എഡ്ജ് എന്ന് പറയുന്നത്. പിന്നെ ഓരോ എഡ്ജും ഡിനോട്ട് ചെയ്യുന്നത് ഓരോ ക്വീനെ പ്ലേസ് ചെയ്യുന്നതാണ് ഡിനോട്ട് ചെയ്യുന്നത്. അങ്ങനെ മാക്സിമം പോസിബിലിറ്റീസ് വരയ്ക്കുന്നതിനെയാണ് സ്റ്റേറ്റ് സ്പേസ് ട്രീ ഓർ പെർമ്യൂട്ടേഷൻ ട്രീ എന്ന് പറയുന്നത്. ഇതും കറക്റ്റ് ഇതിൽ നമ്മൾ അറ്റാക്ക് കൺസ്ട്രെയിൻസ് ഒന്നും ചെക്ക് ചെയ്യുന്നില്ല, ജസ്റ്റ് എല്ലാ പോസിബിലിറ്റീസും വരച്ചു വെക്കും. നെക്സ്റ്റ് നമുക്ക് കൺട്രോൾ അബ്സ്ട്രാക്ഷൻ ഫോർ ബാക്ക് ട്രാക്കിംഗ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഡിവൈഡ് ആൻഡ് കോൺകറിന്റെ കൺട്രോൾ അബ്സ്ട്രാക്ഷൻ പറഞ്ഞതുപോലെ ബാക്ക് ട്രാക്കിംഗ് മെത്തേഡിനും കൺട്രോൾ അബ്സ്ട്രാക്ഷൻ ഉണ്ട്. അപ്പൊ അതിനകത്ത് നമ്മൾ ഒരു ട്രീയിൽ ഒരു പാത്തിനെ ഡിനോട്ട് ചെയ്യുന്നത് x1 x2 etc up to xi be a path from the root to a node in the state space tree. Then t of x1 x2 etc up to xi be the set of all possible values for xi plus 1. അടുത്ത വാല്യൂ കിട്ടാനുള്ള പാത്ത് എന്ന് പറയുന്നത് ഇതാണ് xi plus 1. It's also a path to a problem state. bi plus 1 എന്ന് പറയുന്നതാണ് ബൗണ്ടിങ് ഫംഗ്ഷൻ. അതായത് കൺസ്ട്രെയിന്റ് ചെക്ക് ചെയ്യുന്നതിനാണ് bi plus 1 ബൗണ്ടിങ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. The candidates for the solution I plus 1 in the solution vector x1 x2 etc up to xn are those values which are generated by t and satisfy bi plus 1. ബൗണ്ടിങ് ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വാല്യൂസ് ആയിരിക്കണം. നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ കൺട്രോൾ എക്സ്പ്രഷൻ എഴുതുന്നത് നോക്കാം. സോ ബാക്ക് ട്രാക്കിംഗ് അൽഗോരിതം ചെക്ക് ചെയ്യുക, അതായത് കൺട്രോൾ അബ്സ്ട്രാക്ഷൻ ഓഫ് ബാക്ക് ട്രാക്കിംഗ് അൽഗോരിതം. അൽഗോരിതം ഷോസ് എ റിക്കേഴ്സീവ് ബാക്ക് ട്രാക്കിംഗ് ടെക്നിക്. റിക്കേഴ്സീവ് ടെക്നിക് ആണ്, അതായത് സെയിം ഫംഗ്ഷൻ തന്നെ ഇതിനകത്ത് വീണ്ടും കോൾ ചെയ്യണം. ബാക്ക് ട്രാക്ക് ഓഫ് കെ ഫോർ ഈച്ച് എക്സ് ഓഫ് കെ എലമെന്റ് ഓഫ് എക്സ് ഓഫ് 1 എക്സെട്ര അപ് ടു എക്സ് ഓഫ് കെ മൈനസ് 1 ബൗണ്ടിങ് ഫംഗ്ഷൻ ചെക്ക് ചെയ്ത് നോക്കാം. നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ബൗണ്ടിങ് ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിനെയാണ് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നെങ്കിൽ ഇതിനൊരു പാത്ത് എക്സ് കെ എന്ന് പറയുന്ന ഒരു പാത്ത് ടു ദ ആൻസർ നോഡായിട്ട് എടുക്കുക, അതിനെ റൈറ്റ് ചെയ്യുക. ദെൻ കെ ലെസ് ദാൻ എൻ ആണെങ്കിൽ, കെ എന്നിന്റെ വാല്യൂ എത്തിയിട്ടില്ലെങ്കിൽ വീണ്ടും സെയിം ഫംഗ്ഷൻ തന്നെ കെ പ്ലസ് 1 വേണ്ടി കോൾ ചെയ്യുക. അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ബാക്ക് ട്രാക്കിംഗ് കൺട്രോൾ അബ്സ്ട്രാക്ഷൻ വർക്ക് ചെയ്യുന്നത്.
നെക്സ്റ്റ് എഫിഷ്യൻസി ഓഫ് ബാക്ക് ട്രാക്കിംഗ് അൽഗോരിതം. ഇതിന്റെ എഫിഷ്യൻസി എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ഈ എക്സ് ഓഫ് കെ നമ്മൾ ആ കൺട്രോൾ അബ്സ്ട്രാക്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫാക്ടേഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക. ടൈം ടു ജനറേറ്റ് ദിസ് എക്സ് ഓഫ് കെ, ദ നമ്പർ ഓഫ് എക്സ് ഓഫ് കെ സാറ്റിസ്ഫൈ ദ കൺസ്ട്രെയിൻസ്, ദെൻ ടൈം ഓഫ് ഫോർ ദ ബൗണ്ടിങ് ഫംഗ്ഷൻ ബി കെ, ദ നമ്പർ ഓഫ് എക്സ് ഓഫ് കെ സാറ്റിസ്ഫൈയിങ് ബി കെ. ഇത്രയും കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. The first three factors are relatively independent of the problem. The complexity of the first three is polynomial. If the number of nodes generated is 2 raised to n, then the worst case complexity for a backtracking algorithm is p of n into 2 raised to n. അപ്പോൾ ഇവിടെ എക്സ്പൊണൻഷ്യൽ ടൈം ആണ് എടുക്കുന്നത്. ബാക്ക്ട്രാക്കിംഗ് അൽഗോരിതംസ് മാക്സിമം ടൈം കൂടുതൽ എടുക്കുന്ന അൽഗോരിതംസ് ആണ്. 2 raised to n ആണ് ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി ആയിട്ട് വരുന്നത്.